നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആ സാറിനെ വിളിച്ചാലോ? 700 300 ജെയിൻ സാർ, അവനെ വിളിച്ചാലോ? ക്ലാസ് തുടങ്ങാറായി കേട്ടോ. എന്ത് ഷിബില റഫീക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതിനകത്തേക്ക് മെസ്സേജ് ചെയ്താൽ മതിയോ? ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ജോസാറിന്റെ ക്ലാസ് കഴിഞ്ഞല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ? ആ, സുഖമായിട്ടിരിക്കുന്നു മാഡം. അപ്പോ നമ്മള് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാം. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്ത് വെക്കുകയാണ്. ഞാനിവിടെ മ്യൂട്ട് ചെയ്ത് വെക്കും. നിങ്ങള് എന്താ പറയാ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് ഞാൻ തരാം. അതിനകത്ത് നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ് കേട്ടോ. മ്യൂട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ഡിസ്റ്റർബൻസ് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പേ. മനസ്സിലായോ പറയുന്നേ? മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 10 മിനിറ്റ് തരാം ലാസ്റ്റത്തെ. അപ്പൊ ഞാനത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ PDF-ലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അത് കേട്ടിരിക്കുക, എഴുതിയെടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു ഐഡിയ, ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ അതിലോട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അത് എഴുതിയെടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കേട്ടിരിക്കുക, PDF-ലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? മാഡം ക്ലിയർ ആയി. അതിന് ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ചാപ്റ്റർ 3 ആണ് കേട്ടോ. ആ ചാപ്റ്റർ ആണ് എടുക്കുന്നേ. നമുക്ക് ആ ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലെ, നേരം വൈകണ്ട. 1:37 ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ മ്യൂട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? നിങ്ങളുടെ സമ്മതത്തോടു കൂടി മ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ആദ്യം ഓരോന്ന് വായിക്കും, അതിനുശേഷം എക്സ്പ്ലനേഷൻ തരാം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ചാപ്റ്റർ 3. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. അതൊന്ന് ഞാൻ വായിക്കാം, അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം കേട്ടോ. ഇൻ ഇന്ത്യ, besides the existence of modern medicine, traditional medical practitioners continue to practice throughout the country. Popular native healthcare traditions consist of Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. Okay. ആയുഷ് എന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നത്? നമ്മുടെ മോഡേൺ മെഡിസിൻ നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ട്രഡീഷണൽ മെഡിക്കൽ പ്രാക്ടീസും നിലനിന്നിരുന്നു. ഓക്കെ, മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്കാലത്ത് കാണുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹോസ്പിറ്റലുകൾ, മീൻസ് എന്താ പറയാ, അലോപ്പത്തിക് ഹോസ്പിറ്റലുകൾ. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എന്ത് നിലനിൽക്കുന്നുണ്ട്? ട്രഡീഷണൽ പരമ്പരാഗത ചികിത്സാ രീതികളും മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ചില ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്, അത് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ചികിത്സാ രീതികളാണവ. ഏതൊക്കെയാണത്? അതിനകത്ത് ആയുർവേദയുണ്ട്, യോഗയുണ്ട്, യുനാനി ഉണ്ട്, സിദ്ധയുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്. അപ്പൊ ഇതിനെ മൊത്തത്തില്, അതായത് ഇതിന്റെയൊക്കെ ആദ്യ ലെറ്റർ എടുത്തിട്ട് അതിനെ കമ്പൈൻ ചെയ്തൊരു വേർഡാണ് ആയുഷ് എന്ന് പറയുന്നത് കേട്ടോ. ആയുഷ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ആയുഷ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? യെസ് ഓർ നോ? കേട്ടിട്ടുണ്ട് അല്ലേ?
ആയുഷ് എന്ന് പറയുന്നത് ഒരു മന്ത്രാലയമാണ് അല്ലെ. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു മന്ത്രാലയമാണ് ആയുഷ് എന്ന് പറയുന്നത്. ആയുഷ് ഫോം ചെയ്തത് 9 നവംബർ 2014 2014 നവംബർ 9 ആയുഷ് മന്ത്രാലയം നിലവിൽ വന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ ആയുഷ് എന്ന് പറയുന്ന പേര് വന്നത് എങ്ങനെയാ? ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആയുഷ് എന്ന് പറയുന്ന പേര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത ആരോഗ്യ മേഖലകളെ തമ്മിൽ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു മന്ത്രാലയമാണിത്. ഓക്കെ, എന്താണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ മേഖല? ഇപ്പോൾ യോഗ വ്യത്യസ്തമാണ്, ആയുർവേദ വ്യത്യസ്തമാണ്, എല്ലാവരും ഡിഫറെന്റ് അല്ലേ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു മന്ത്രാലയമാണ് ആയുഷ് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മേഖലകളിലുള്ള പഠന ഗവേഷണങ്ങളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മന്ത്രാലയം നിലവിൽ വരുന്നത്. ആയുർവേദയിലായാലും യോഗയിലായാലും സിദ്ധയിലായാലും ഒക്കെ എന്താണ് പല ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ആ ഗവേഷണങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നിലവിൽ വന്നത്? ആയുഷ് എന്ന് പറയുന്ന മന്ത്രാലയം രൂപീകരിച്ചത്. ക്ലിയർ ആണോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാട്ടോ, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെയാണ് ഇതുവരെ പറഞ്ഞത്? ഓക്കെ, ഇൻട്രൊഡക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ നമ്മൾക്ക് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ആയുർവേദ ഉണ്ട്, യോഗയുണ്ട്, യുനാനി ഉണ്ട്, സിദ്ധി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്. അപ്പൊ എന്താണ് ആയുർവേദ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റില് മീനിങ് സയൻസ് ഓഫ് ലൈഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജീവിതത്തിന്റെ ശാസ്ത്രം എന്നാണ് ഇതിന്റെ മീനിങ് വരിക കേട്ടോ. സിസ്റ്റം ഡീൽസ്, അതായത് ആയുർവേദ ഡീൽസ് വിത്ത് കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് and treatment based all aspects of well-being, mental, physical and spiritual. അതായത് ഒരു മനുഷ്യന്റെ മാനസികമായും ഭൗതികമായും ഫിസിക്കലായും സ്പിരിച്വൽ ആത്മീയപരവുമായിട്ടുള്ള എല്ലാത്തരം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനുള്ളിൽ, അദ്ദേഹത്തിന്റെ ഹെൽത്തിന്റെ ഉള്ളിലുള്ള എല്ലാത്തരം അടയാളങ്ങൾ, അതായത് സിംറ്റംസ്, രോഗലക്ഷണങ്ങള്, അതുപോലെ രോഗനിർണയം, അതിന്റെ ചികിത്സ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രമാണിത് ആയുർവേദ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെടുക്കാൻ നിങ്ങൾ ഒരു മനുഷ്യന്റെ മെന്റലായിട്ടും സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബോഡിയിലെ രോഗലക്ഷണങ്ങള്, അതുപോലെ രോഗനിർണയം, അതിന്റെ ചികിത്സ എന്നിവ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രത്തെയാണ് ഇത് പറയുക ആയുർവേദ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ആയുർവേദ? ഇതാണ് നമ്മുടെ PDF പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങളൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികളാണല്ലോ, അതുകൊണ്ട് ഇതിന്റെ ബേസ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. കേട്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആയുർവേദ 5000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്തത്? അതായത് ഉണ്ടായത്. ആയുർവേദം ആ ഒരു ശാസ്ത്രം നിലവിൽ വന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആയുർവേദത്തിലെ ഒരു വാക്ക് നമുക്ക് ഫെമിലിയർ ആണ്. ആ വാക്ക് എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതാസ് ആണ്. കേട്ടിട്ടുണ്ടോ പഞ്ചമഹാഭൂതാസ്? പഞ്ചമഹാഭൂതാസ് കേട്ടിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. കേട്ടിട്ടുണ്ട് അല്ലെ? എന്തിനാണ് പഞ്ചമഹാഭൂതാസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് പഞ്ചമഹാഭൂതാസ്? എർത്ത് ഉണ്ട് അല്ലെ, എയർ ഉണ്ട്, സ്പേസ് ഉണ്ട്, ഫയർ ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ. എർത്ത്, എയർ, സ്പേസ്, ഫയർ, വാട്ടർ, ഈ 5 ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് ആയുർവേദം പറയുന്നത്. പക്ഷെ 5 ഘടകങ്ങള് 3 ഫാക്ടറിന്റെ രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുക. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയുർവേദം പഠിക്കുന്ന അല്ലെങ്കിൽ ആയുർവേദത്തെ കുറിച്ച് ഒരു ബോധമുള്ള ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ 3 വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ വാക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് വാത, പിത്ത, കഫ. കേട്ടിട്ടുണ്ടോ ആയുർവേദം? വാത, പിത്ത, കഫ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ 5 എലമെന്റ്സ് ഉണ്ട്. ആ 5 എലമെന്റ്സ് നമ്മുടെ ശരീരത്തില് ചേർന്നിരിക്കുന്നത് 3 രൂപങ്ങളിലായിട്ടാണ്. ഒന്ന് വാത, 2 പിത്ത, 1 കഫ. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ.
ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 3 കമ്പോണന്റ് ഉണ്ട്, വാത, പിത്ത, കഫ. ഈ 3 ഏതെങ്കിലും ഒന്നിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നതെന്നാണ് ആയുർവേദം പറയുന്നത്. ഒന്നില്ലെങ്കിൽ വാദത്തിന്റെ ഏറ്റക്കുറിച്ചിലുകളായിരിക്കാം, അല്ലെങ്കിൽ കഫത്തിന്റെ ഏറ്റക്കുറിച്ചിലുകളായിരിക്കാം, അല്ലെങ്കിൽ പിത്തത്തിന്റെ ഏറ്റക്കുറിച്ചിലുകളായിരിക്കാം. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം തെറ്റിയാല് നമ്മൾക്ക് രോഗം ഉണ്ടാകുന്നു എന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് ആയുർവേദം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? 5 എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് 3 ഫോമുകളിലായിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, വാത, പിത്ത, കഫ. ഈ 3 ഏതെങ്കിലും ഒന്നിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായാൽ നമുക്ക് രോഗം വരുന്നതാണ്. ആ രോഗത്തിനുള്ള മരുന്നുകളാണ് ആയുർവേദയിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ആയുർവേദ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, യോഗ. Yoga is both a science and an art that promotes healthy living physically, mentally, morally and spiritually. യോഗ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, മാത്രമല്ല അതൊരു ആർട്ട് കൂടിയാണെന്ന് പറയുന്നുണ്ട്. അതെന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? ഇറ്റ് പ്രൊമോട്ട്സ് ഹെൽത്തി ലിവിങ് ഫിസിക്കലി, മെന്റലി, മോറലി ആൻഡ് സ്പിരിച്വലി. അത് യോഗ ചെയ്യുന്ന എത്ര പേരുണ്ട്? യോഗ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം ഉണ്ടാവുക? എത്ര പേരാ യോഗ ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത്? അവർക്കറിയാൻ പറ്റിയതിന്റെ വ്യത്യാസം എന്താണെന്ന്? ആരും ചെയ്യുന്നില്ല യോഗ? ഇതുവരെ ചെയ്തിട്ടില്ല? ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഓക്കെ, നല്ല കുട്ടികള് യോഗ ചെയ്യണം കേട്ടോ. ഓക്കെ, അതായത് ഇതിന് നമുക്കൊരു സയൻസ് ആയിട്ട് പറയാം. ലോകം മുഴുവനും പ്രചാരത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു കായിക അഭ്യാസമാണ് യോഗ, അല്ലെ? യോഗ ഇന്റർനാഷണൽ ഡേ, യോഗക്ക് ഒരു ഡേ ഉണ്ട് അല്ലെ? ജൂൺ 21 എന്ന് പറയുന്ന ഒരു ദിവസം യോഗ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് ലോകം മുഴുവനും. മാത്രമല്ല ഇതൊരു ആർട്ടാണ് അല്ലെ? ഇതൊരു അഭ്യാസം കൂടിയാണ്, ഇതൊരു സയൻസ് ആണ്, മാത്രമല്ല ഇതൊരു ആർട്ടാണ്. ഇതെന്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം? അതായത് നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, യോഗ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷെ യോഗക്ക് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞാൽ യോഗക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത്? നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനെ ഒരുവിധം പ്രിവെന്റ് ചെയ്യാനായിട്ട് യോഗയ്ക്ക് സാധിക്കും. ഹോർമോണൽ ഇംബാലൻസ്, അതായത് സ്ത്രീകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കുറേ അധികം രോഗങ്ങളുണ്ട് അല്ലെ? ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, തൈറോയിഡ്, PCOD, PCOS, അതുപോലുള്ള ധാരാളം ഹോർമോണൽ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. ഇതിനെയൊക്കെ ഒരുവിധം പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തിനു സാധിക്കും? യോഗ കൊണ്ട് സാധിക്കും എന്നാ പറയാ. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ്സ് പ്രിവെൻഷൻ ഓഫ്, ഇവിടെ എന്താ പറയുന്നത്? ഫിസിക്കലി, മെന്റലി, മോറലി, സ്പിരിച്വലി വെൽബീയിങ് ആണ്. ഒരു മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ സ്പിരിച്വലി ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യാനായിട്ട് യോഗ സഹായിക്കുന്നുണ്ട്. യോഗ ചെയ്യുന്ന ഒരാൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് മെന്റൽ ഹാപ്പിനെസ്സും കൂടി ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? യോഗ ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് പറയാം. കറക്റ്റ് ആണോ? ശരിയല്ലേ പറഞ്ഞത്? മെന്റൽ ഹാപ്പിനെസ് കിട്ടുന്നില്ലേ? കിട്ടും. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരുവിധം രോഗങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് യോഗ കൊണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ യുനാനി ആണ്. യുനാനി യോഗ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് ക്യൂർ. ഓക്കെ, യുനാനി എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. യുനാനിയുടെ ഫാദർ എന്ന് പറയുന്നത്, അതായത് ഫാദർ ഓഫ് യുനാനി മെഡിസിൻ ഹിപ്പോക്രാറ്റസ് ആണ്. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ കുറിച്ച്. യുനാനി മെഡിസിന്റെ ഫാദർ ആണ് ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്. അദ്ദേഹമാണ് യുനാനി സിസ്റ്റം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ആദ്യം, അതായത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടില് വൈദ്യം ചെയ്തിരുന്നത്, അതായത് ഒരു വിഭാഗം ആളുകളായിരുന്നു. ഓക്കെ, ഒരു പ്രത്യേക വ്യക്തിയാണ് വൈദ്യം ചെയ്യാനായിട്ട്, ചികിത്സ നടത്താനായിട്ട് ഏൽപ്പിച്ചത്.
അപ്പോ അവരുടെയൊക്കെ മരണശേഷം, അതായത് ഒരു കുടുംബത്തില് ഒരാള് വൈദ്യം ചെയ്തു കഴിഞ്ഞാല്, ആ വൈദ്യം ചെയ്യുന്ന ആള് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളോ ആണ് പിന്നീട് ഡോക്ടർമാരായി അല്ലെങ്കിൽ വൈദ്യന്മാരായിട്ട് ഇരിക്കുക. അപ്പൊ ഈ സിസ്റ്റത്തിനെ ഉടച്ചു വാർത്തത് ഈ ഒരു ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും ഒരു ആൽമരച്ചുവട്ടിൽ വിളിച്ചു കൂട്ടി, എന്നിട്ട് അദ്ദേഹം വൈദ്യം പഠിപ്പിക്കാനുണ്ടായത്. ആരൻ? ഹിപ്പോക്രാറ്റസ്. അങ്ങനെ അവിടെയുള്ള ഒരുവിധം ആളുകൾക്ക് ചികിത്സ ചെയ്യാനായിട്ട് അവര് തുടങ്ങി, മറ്റുള്ളവർക്കൊക്കെ. ഇപ്പൊ യുനാനി എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക മെഡിസിൻ ആണ് അദ്ദേഹം അവിടെ പഠിപ്പിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ പിതാവായിട്ട് ഹിപ്പോക്രാറ്റസിനെ കണക്കാക്കുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട തിയറിയാണ് ഹിപ്പോക്രാറ്റസിന് ഉള്ളത്. ഒന്ന് ചതുർഭൂത തിയറി, മറ്റൊന്ന് ചതുർദോഷ തിയറി. ഓക്കെ, ഈ തിയറി അനുസരിച്ചിട്ട് എന്താണ്, ചില കമ്പോണൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ആ കമ്പോണൻസ് മൂലമാണ് നിങ്ങൾക്ക് രോഗം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആയുർവേദത്തിൽ നമ്മൾ പറഞ്ഞു 3 കമ്പോണൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ യുനാനിയിലേക്ക് വരുമ്പോൾ അത് 4 കമ്പോണൻസ് ആകും. ആ 4 കമ്പോണൻസിന്റെ പേര് ഞാനൊന്ന് പറയാം. ബ്ലഡ്, ഓക്കെ, ഫ്ലം, ഫ്ലം എന്ന് പറഞ്ഞാൽ കഫമാണ് കേട്ടോ, PHELGM, ഫ്ലം. ദെൻ ബൈല്, ബ്ലാക്ക് ബൈൽ. ബൈൽ എന്ന് പറഞ്ഞാല് പിത്തമാണ്, ബ്ലാക്ക് ബൈൽ എന്ന് പറഞ്ഞാല് കറുത്ത പിത്തമാണ്. അപ്പോ ബ്ലഡ്, ഫ്ലം, ബൈൽ, ബ്ലാക്ക് ബൈൽ, ഈ 4 ഘടകങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ മൂലമാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നതെന്നാണ് ഹിപ്പോക്രാറ്റസ് അഥവാ യുനാനി മെഡിസിനില് പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ, എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് രോഗം ഉണ്ടാകുന്നു. അതിന്റെ എന്താണ് ചികിത്സകളും മരുന്നുകളായിട്ടും അല്ലെങ്കിൽ പച്ചമരുന്നുകളായിട്ടും ഒക്കെയാണ് യുനാനി മെഡിസിനിൽ ആളുകൾക്ക്, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ആയുർവേദ പറഞ്ഞു, യോഗ പറഞ്ഞു, യുനാനി പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതില് ഓക്കെയാണ്? ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് ഉണ്ടോ? യുനാനി ഒന്നുകൂടി പറയണോ? പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം. സ്പീഡ് കൂടുതലാണോ? ഇല്ലല്ലോ, സ്പീഡ് ഇല്ലല്ലോ. ഓക്കെ അല്ലേ? സിദ്ധാ സിസ്റ്റം നമുക്കൊന്ന് നോക്കാം. Siddha system attempts to define diseases as the condition in which the normal equilibrium of the 5 elements in human beings is that the result in different forms of discomfort. ആയുർവേദ പറയുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് സിദ്ധ സിസ്റ്റത്തിലും പറയുന്നത്. പിന്നെ സിദ്ധ സിസ്റ്റത്തെ കുറിച്ച് പറയുവാണെങ്കിൽ, സിദ്ധ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്. തമിഴ് കൾച്ചറിന്റെ, അതായത് തമിഴ് അവരുടെ ഒരു സംസ്കാരത്തിൽ നിന്നാണ് സിദ്ധ എന്ന് പറയുന്ന ഒരു ചികിത്സ ഉടലെടുത്തത്. അതുപോലെ തന്നെ സിദ്ധ സിസ്റ്റം വിശ്വസിക്കുന്നത് ഫുഡാണ് മെഡിസിൻ എന്നാണ്. അതായത് ഫുഡിലൂടെയാണ് നമ്മൾക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. ഫുഡ് കൊണ്ട് തന്നെ നമുക്ക് രോഗത്തെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് സിദ്ധ സിസ്റ്റം എംഫസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ പറയുന്നത് പോലെ തന്നെ 5 എലമെന്റ്സ് ഉണ്ട്. 5 എലമെന്റ്സ് 3 കമ്പൈൻഡ് ഫോമിലാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. വാത, പിത്ത, കഫ. ആയുർവേദ ശാസ്ത്രം എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെയാണ് എന്ത് പറയാ, സിദ്ധ സിസ്റ്റം ഇവിടെ ഊന്നൽ നൽകുന്നത് കേട്ടോ. വാത, പിത്ത, കഫ ഈ 3 രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഏറ്റക്കുറിച്ചിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് രോഗം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞ് വെക്കുന്നത്. ഓക്കെ, അപ്പോ അതിനുശേഷം നമുക്ക് ഇനി നോക്കാനുള്ളത് നാച്ചുറോപ്പതിയാണ്. Naturopathy believes that all diseases arise owing to accumulation of morbid matter in the body and its scope is given for its removal. It provides cure or relief. നാച്ചുറോപ്പതിയിൽ എന്താ പറയുന്നേ, അതായത് നമ്മുടെ ശരീരത്തില് കുറെ വിഷപദാർത്ഥങ്ങളുണ്ട്. ആ വിഷപദാർത്ഥങ്ങൾ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് റിലീഫ് കിട്ടും, നമ്മള് രോഗാവസ്ഥയിൽ നിന്ന് മുക്തരാകുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാച്ചുറോപ്പതി ചികിത്സ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നാച്ചുറോപ്പതി ചികിത്സ ചെയ്തിട്ടുണ്ടോ? നാച്ചുറോപ്പതി ചികിത്സ
ഒന്ന് കമന്റ് ചെയ്തേ. നാച്ചുറോപ്പതി ചെയ്തിട്ടില്ല അല്ലെ? ചെളിയിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചെളിയിലൊക്കെ മുങ്ങിത്താഴ് കിടക്കുന്നത്, വാട്ടറില്. അതുപോലെ തന്നെ കുറെ എന്താ പറയാ, നമ്മുടെ പുറത്തൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒപ്പിച്ചു വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് നമ്മള് നാച്ചുറോപ്പതിയിലാണ് അത് കണ്ടുവരിക കേട്ടോ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ കുറെ വിഷപദാർത്ഥങ്ങളുണ്ട്. നമ്മൾ തന്നെ നമ്മൾക്കിപ്പോ അധികമായിട്ട് വെയിറ്റ് ഒക്കെ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കത്തിച്ച് കളയാൻ പറയും അല്ലെ? നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾക്ക് ട്രെയിനർ എന്ത് ചെയ്യും? നമ്മളിപ്പോ ഒരു ജിമ്മിൽ ചേർന്നു, വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹമായിട്ട് ജിമ്മിൽ ചേർന്നു, അവരെന്താ പറയാ, ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറയും അല്ലെ? എക്സസൈസിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കുറെ കലോറികൾ ബേൺ ചെയ്യും അല്ലെ? കലോറികൾ ബേൺ ചെയ്യുകയും നമുക്ക് പുതിയൊരു എന്താ പറയാ രീതിയിൽ നമുക്കൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോ നമ്മുടെ ശരീരത്തിലുള്ള കുറെ അധികം വിഷപദാർത്ഥങ്ങളുണ്ട്. ഈ വിഷപദാർത്ഥങ്ങളെ റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് രോഗത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് നാച്ചുറോപ്പതി പറയുന്നത്. ഇനി ഒന്നുകൂടി ഉണ്ട്, ഹോമിയോപ്പതി. ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാണ്? ആർക്കെങ്കിലും അറിയാമോ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഫാദർ ഓഫ് ഹോമിയോപ്പതി? കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ലേ ഫാദർ ഓഫ് ഹോമിയോപ്പതി? ഹോമിയോപ്പതിയുടെ പിതാവാരാണ്? ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ, മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയുഷില് കണ്ടോ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്നാ പറഞ്ഞേ. ഹോമിയോപ്പതി ഇവിടെ അവര് വിട്ടുപോയി എഴുതാനായിട്ട്. ഹോമിയോപ്പതിയുടെ പിതാവാരാണെന്ന് അറിയാമോ? ഡോക്ടർ സാമുവൽ ഹാനിമാൻ ആണ്. അവരെയൊന്നും മറക്കരുത് കേട്ടോ. ഡോക്ടർ സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ പിതാവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഹോമിയോപ്പതിയിൽ എന്താണ്? നമ്മൾ ഹോമിയോ മരുന്നുകൾ കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട് നിങ്ങളിവിടെ? എല്ലാവരും ഒരു തവണയെങ്കിലും കഴിച്ചിട്ടുണ്ടാവില്ല ഹോമിയോ മരുന്നുകൾ. ഡോസേജ് കുറവുള്ള മരുന്നുകളാണ് ഹോമിയോയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? പിന്നെ ആദ്യം രോഗം കൂടിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഹോമിയോ മരുന്നുകൾ കഴിക്കുമ്പോൾ ആദ്യം രോഗം കൂടുകയാ ചെയ്യുക, ദെൻ പിന്നീടാണ് കുറയുന്നത്. ഇപ്പൊ ഹോമിയോയിലും പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന് തന്നെ, നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥയ്ക്ക് ധാരാളം രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ? ഒരു ആന്റിബോഡി സിസ്റ്റം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ മരുന്നുകൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കും. രോഗങ്ങളോട് ചെറുത്ത് നിൽക്കാനായിട്ട് അവർ യുദ്ധം ചെയ്യും അല്ലെ? അതിനുശേഷം ഒട്ടും എന്താ പറയാ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ മരുന്നുകളെ ആശ്രയിക്കുക. മരുന്നുകൾ, ഹോമിയോ മരുന്നുകളൊക്കെ ആദ്യം രോഗിയുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ആദ്യം ഒന്ന് രോഗം കൂടും, അതിനുശേഷം എന്ത് ചെയ്യും? രോഗം കുറയാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഇൻട്രൊഡക്ഷനിൽ ബേസ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ആയുർവേദ പറഞ്ഞു, യോഗ പറഞ്ഞു, യുനാനി പറഞ്ഞു, സിദ്ധ പറഞ്ഞു, നാച്ചുറോപ്പതി പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ 10 മിനിറ്റ് ഓഫ് ചെയ്ത് മൈക്ക് ഓൺ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഒരു ഡൗട്ടും കൊണ്ട് ആരും ഈ ക്ലാസ്സിൽ പോകാൻ പാടില്ല. എല്ലാവരും കറക്റ്റ് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതെനിക്ക് നിർബന്ധമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്തയിലേക്ക് നമുക്ക് കിടക്കാം. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തയിലോട്ട് പോയിക്കോട്ടെ. അടുത്ത ഹെഡിങ് മോഡേൺ അലോപ്പത്തിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. The modern allopathic healthcare system in India includes a public sector, private sector, and an informal network of care providers. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മുടെ ആധുനിക ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പുതിയ കാലഘട്ടത്തില് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മേജർ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? പബ്ലിക് സെക്ടർ ഉണ്ട്, ആരോഗ്യ മേഖലയിൽ പബ്ലിക് സെക്ടർ ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പിന്നെ ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ, നമ്മുടെ സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, അതിനെയാണ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടേഴ്സ്, അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകൾ, അതിനെയാണ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത്. ദെൻ ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് അനൗദ്യോഗികമായ ചില പ്രൊവൈഡേഴ്സ്,
ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതായത് നമുക്കിപ്പോ പെട്ടെന്ന് ആംബുലൻസിന്റെ ഒരു ആവശ്യം വന്നു, പെട്ടെന്ന് ഒരാള് നമ്മൾ വിളിച്ചു, ഹോസ്പിറ്റലിൽ വിളിച്ചു, അവൈലബിൾ അല്ല, പെട്ടെന്ന് ഒരു ആതുര സേവനത്തിനായിട്ട് ഒരു വ്യക്തി വരികയാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള വ്യക്തികളൊക്കെ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകാനായിട്ട് കുറേയധികം വ്യക്തികളുണ്ട്, ആതുര സേവനത്തിനായിട്ട് നടക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അവരെയാണ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത്തരം വ്യക്തികളെ. അപ്പോ നമ്മുടെ ആരോഗ്യ മേഖലയില് 3 തരം എന്താ പറയാ സിസ്റ്റംസ് ഉണ്ടെന്ന്. പബ്ലിക് സെക്ടർ, 2 പ്രൈവറ്റ് സെക്ടർ, മൂന്നാമത്തത് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ 3 കാര്യങ്ങളും? ഇനി അടുത്തതൊന്ന് നോക്കിയേ, നിങ്ങൾ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഇന്ത്യസ് ഹെൽത്ത് സിസ്റ്റം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഡിസ്റ്റിങ്ക്ട് ഫേസസ്. ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റം നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഓക്കെ, അതായത് 3 ഫേസിലൂടെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം കടന്നു പോയിട്ടുള്ളത്, 3 കാലഘട്ടത്തിലൂടെ. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് 1947 ടു 1983 ആണ്. ആദ്യത്തെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് 1947 തുടങ്ങി 1983 വരെയുള്ള ഒരു കാലഘട്ടമാണ് ആദ്യത്തെ കാലഘട്ടം. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെൽത്ത് പോളിസി വാസ് thought to be based on two broad principles. അതായത് ഹെൽത്ത് പോളിസിയെ അടിസ്ഥാനമാക്കി 2 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പണ്ടത്തെ കാലം 1947 ടു 1983 നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി 1983 വരെ ഇന്ത്യയുടെ ആരോഗ്യ മേഖല എങ്ങനെയായിരുന്നു? ഓക്കെ, അതിനകത്ത് 2 പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്തെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം നമുക്ക്. None should be denied health care because of the lack of pay. അതായത് ഗവൺമെന്റ് മുൻതൂക്കം കൊടുത്തിരുന്നു ആരോഗ്യ മേഖലക്ക്, അല്ലെ? അവരാണ് ആളുകൾക്ക് അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം എന്ന് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്. അപ്പൊ ആ കാലഘട്ടത്തില് നിർബന്ധമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. None should be denied health care because of the lack of pay. ആരും പണമില്ലാത്തത് മൂലം ആർക്കും തന്നെ ചികിത്സ നിഷേധിക്കപ്പെടാൻ പാടുള്ളതല്ല. നമുക്കറിയാം 1947 മുമ്പ് ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. എങ്ങനെയായിരുന്നു? കുറേയധികം ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ധാരാളമായിട്ട് നിലനിന്നിരുന്നു. അതായത് കുറെ ആളുകള് പട്ടിണി മൂലമൊക്കെ മരിച്ചിരുന്നു, ദാരിദ്ര്യം മൂലം. പണക്കാരെപ്പോഴും പണക്കാരാവുകയും പാവപ്പെട്ടവരെപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് ആവുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ കുറേയധികം ആളുകള് ദാരിദ്ര്യം മൂലവും പട്ടിണി മൂലവും ഒക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗവൺമെന്റിന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1947 തുടങ്ങി ആരും പണമില്ലാത്തത് മൂലം എന്താ പറയാ ആർക്കും ചികിത്സ നിഷേധിക്കരുത്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വകഭേദമില്ലാതെ എല്ലാവർക്കും എന്ത് കൊടുക്കണം? ചികിത്സ കൊടുക്കണമെന്ന് ഗവൺമെന്റിന് നിർബന്ധമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, it was the moral duty of the state to provide health care to the people. This phase saw moderate achievement. അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്, അതായത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ് അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഡ്യൂട്ടി ആയിട്ട് തന്നെ കണക്കാക്കിയിരുന്നു. രാജ്യത്തിന്റെ ഡ്യൂട്ടിയാണ്. രാജ്യം എന്തായാലും റെസ്പോൺസിബിൾ ആണ് ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കാലഘട്ടത്തില് ഇങ്ങനെയുള്ള കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റുകൾ ഈ കാലഘട്ടത്തിൽ നടന്നിരുന്നു. അപ്പോ 1947 തുടങ്ങി 83 വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമായും 2 പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയാണ് ആരോഗ്യ മേഖല പ്രവർത്തിച്ചിരുന്നത്. ഒന്ന്, ആർക്കും പണം ഇല്ലാത്തത് മൂലം ചികിത്സ നിഷേധിക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തത്, രാജ്യത്തിന്റെ ഡ്യൂട്ടിയാണ് ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് 2 മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയെന്ന് കരുതുന്നു.
Then നമുക്ക് രണ്ടാമത്തേതിലോട്ട് പോകാം. In the second phase of 1983-2000, a national health policy was proclaimed for the first time 1983, which pronounced clearly the need to encourage private initiative in healthcare service delivery. The policy also intensified the access to publicly funded primary health care, facilitating expansion of health facilities in rural areas through national health programs, NHPs. അതായത് ഈ കാലഘട്ടത്തിലാണ് ഒരു ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്യുന്നത്. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തു. 1983 ആ ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തത് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടല്ലോ എല്ലാവരുടെയും, ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. 1983 ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായി ഒരു ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തു. ഓക്കെ, അതിനകത്ത് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ആരോഗ്യരംഗത്ത് പബ്ലിക് കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? ടെക്സ്റ്റ് ഇല്ലേ? എന്താ ചെയ്യുന്നപ്പ? PDF ഇല്ല, കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ ഓക്കെ, കിട്ടുമ്പോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കാം. ഓക്കെ, നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കാം. 1983 പ്രാധാന്യം എന്താണ് കേട്ടോ. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എഴുതുന്നുണ്ടോ? ഓക്കെ ഓക്കെ, വരും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മുടെ ഈ ഒരു ഹെൽത്ത് പോളിസി 1983 ഹെൽത്ത് പോളിസിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ആരോഗ്യ രംഗത്ത് പ്രൈവറ്റ് സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതുവരെ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആയിരുന്നു എന്ത്? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അല്ലെ. പക്ഷെ ഈ ഒരു 1983 ഒരു പോളിസി പ്രൊക്ലെയിം ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രൈവറ്റ് മേഖല, സ്വകാര്യ മേഖലയെ കൂടുതലായിട്ട് ആരോഗ്യരംഗത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യം ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം സ്വകാര്യ വ്യക്തികള്, അതായത് ധാരാളം എന്താ പറയാ ബിസിനസ്സുകാരൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരികയും സ്വകാര്യ ഹോസ്പിറ്റലുകൾ ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ ഇന്ത്യയില് സ്വകാര്യ മേഖലയിലുള്ള ഹോസ്പിറ്റലുകൾ ആരംഭിക്കുകയും ചെയ്തു. ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി പ്രൈവറ്റ് സെക്ടർ, അതായത് ഒറ്റയ്ക്കല്ല അവർ ചെയ്തത്, ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് എന്ത് ചെയ്തത്? പ്രൈവറ്റ് വ്യക്തികൾ എന്ത് ചെയ്തത്? ഈ ഒരു മേഖലയിലോട്ട് കടന്നു വന്നത്. മാത്രമല്ല ഇതുവഴി റൂറൽ ഏരിയയിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാനായിട്ട് ഗവൺമെന്റിന് പറ്റി. അതായത് നമ്മൾ ആദ്യത്തെ ഫേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ധാരാളം സംസ്ഥാനങ്ങളുണ്ട്. ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയ്ക്ക് ഇത്രയും സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്കൊന്നും നടക്കില്ല അല്ലെ. അപ്പൊ എന്ത് തീരുമാനിച്ചവര്? എല്ലാ ഭാഗത്തേക്കും, അതായത് ഇന്ത്യയിലെ മുക്കും മൂലയിലുമുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് എന്ത് കിട്ടണം? ഹെൽത്ത് കെയർ കിട്ടണം അല്ലെ. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ധാരാളം കുഗ്രാമങ്ങളുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾക്ക് ഒരിക്കലും ചികിത്സ നിഷേധിക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അവിടെയൊക്കെ സ്വകാര്യ സംരംഭങ്ങൾ വന്നു കഴിഞ്ഞാൽ, സ്വകാര്യ ഹോസ്പിറ്റലുകളൊക്കെ വന്നു കഴിഞ്ഞാല് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് ചികിത്സ കിട്ടുന്നതാണ് അല്ലെ എളുപ്പത്തില്. അപ്പൊ അതിനു വേണ്ടി കൂടിയാണ് എന്ത് ചെയ്തത്? സ്വകാര്യ വ്യക്തികളെ ഇതിലോട്ട് ഗവൺമെന്റ് ക്ഷണിക്കുകയുണ്ടായത്. ഗവൺമെന്റിന്റെ ഫണ്ടോട് കൂടിയാണ് എന്ത് ചെയ്തത്? ഈ വ്യക്തികള് ഇതിനകത്ത് പ്രവർത്തിച്ചത്. ഓക്കെ, അപ്പോ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് NHPs എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് റൂറൽ ഏരിയയിലേക്ക് ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊടുത്തു. ഓക്കെ, ആരോഗ്യ മേഖലയിലെ എല്ലാ ഫെസിലിറ്റീസും റൂറൽ ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്തു കൊടുത്തത് NHPs എന്ന് പറയുന്ന നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെയാണ്. ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് സെക്ടറിനെ ഇതിലോട്ട് ക്ഷണിച്ചത്. ക്ലിയർ ആണോ? നമുക്ക് തേർഡ് ഫേസ് നോക്കാം അല്ലെ.
തേർഡ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് 2000 ആണ്. 2000-ന് ശേഷമാണ് തേർഡ് ഫേസ് വന്നത് കേട്ടോ. 2000-ന് ശേഷം. വിറ്റ്നസിംഗ് എ ഫർദർ ഷിഫ്റ്റ് ആൻഡ് വൈഡനിങ് ഓഫ് ഫോക്കസ്, the current phase addresses main issues such as public-private partnership, liberalization of the insurance sector, and the government as a financier. അതായത് കുറച്ചും കൂടി വൈഡ് ആയിട്ട് എന്ത് ചെയ്തു, ആരോഗ്യ മേഖല വ്യാപിക്കാനായിട്ട് തുടങ്ങി. കുറച്ചും കൂടി എക്സ്പാൻഷൻ വന്നു, കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിനകത്ത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. നമ്മൾ ഇന്ന് കാണുന്ന പല ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഉണ്ട് അല്ലെ, അത് പ്രൈവറ്റ് സഹകരണത്തോടു കൂടിയാണ് പല സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റും പ്രൈവറ്റ് മേഖലയിലുള്ള ആളുകളും ചേർന്നിട്ടാണ് ഒരുമിച്ച് ചില സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടത്തുന്നത്. അപ്പോ ഇതുപോലെ അതായത് ഗവൺമെന്റും അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളും ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പ് ബേസിൽ ആരോഗ്യ മേഖല പ്രവർത്തിപ്പിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അതിലൂടെ ലിബറലൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉദാരവൽക്കരണം, അതായത് പുറത്തുനിന്നുള്ള ധാരാളം വ്യക്തികൾ ഇവിടെ വരികയും ഇവിടെ വന്ന് ഹോസ്പിറ്റൽസ് ആരംഭിക്കാനൊക്കെ തുടങ്ങി. അതായത് ഗവൺമെന്റിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഒന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. പല ആളുകളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഗവൺമെന്റ് പലതും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അവരുടെയൊക്കെ സഹായം ഗവൺമെന്റ് പ്രതീക്ഷിച്ചുകൊണ്ട് കുറച്ചുകൂടി എക്സ്പാൻഷൻ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ കടന്നുവരവ്. നമുക്കറിയാം, നമ്മൾ പലരും ഇൻഷുറൻസ് കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് പാവപ്പെട്ട ആളുകൾക്കുള്ള RSBY. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? RSBY കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ആ പദ്ധതി നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിരുന്നു, ആരും കേട്ടിട്ടില്ല RSBY? നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് പണം ചെലവാക്കേണ്ട ആവശ്യമില്ല അല്ലെ, ഈ കാർഡ് കാണിച്ചാൽ മതി. അപ്പോ ഇത്തരത്തില് ഇൻഷുറൻസിന്റെ കടന്നുവരവ്, അതായത് പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രവണത എങ്ങോട്ട് കൊണ്ടുവന്നു? ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവരാനും ഗവൺമെന്റ് ശ്രമിച്ച ഒരു സ്റ്റേജ് ആണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അതായത് 2000-ന് ശേഷം നമ്മുടെ ഇപ്പോഴുള്ള കാലഘട്ടം തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അതായത് കേട്ടിട്ടുണ്ട് അല്ലെ? RSBY, അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താണ് ചികിത്സ നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയാലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയാലും അവിടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കാർഡ് കാണിച്ചാൽ മതി. 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾ, 1 ലക്ഷം 2 ലക്ഷം എത്രയാണെന്ന് എനിക്ക് അറിയില്ല കവറേജ്, അതിൽ താഴെ വരുമാനമുള്ള ആളുകൾക്കാണ് ഈ കാർഡ് കിട്ടുക. ആ കാർഡ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബില്ലൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താണ്? എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക, എല്ലാവർക്കും, പാവപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ചും പണമില്ലാത്തത് മൂലം അവർക്കൊന്നും ചികിത്സ നിഷേധിക്കാനായിട്ട് പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു സംരംഭം കൊണ്ടുവരാനായിട്ട് തുടങ്ങിയത്. ഗവൺമെന്റ് ആണ് ഇവിടെ പണം മുടക്കുന്നത് കേട്ടോ. ഇൻഷുറൻസിന്റെ കേസിലൊക്കെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് പണം പോകുന്നത്, നമ്മുടെ കയ്യിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ ഫിനാൻഷ്യർ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് നിങ്ങൾ ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം, മൈൻഡിൽ റീഡ് ചെയ്യുക കേട്ടോ. സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യുക കേട്ടോ.
ഓക്കെ, കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് 3 ഘട്ടങ്ങളാണ് പറഞ്ഞത് അല്ലെ. 3 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഞാൻ ലാസ്റ്റ് ഒന്ന് ചോദിക്കോട്ടെ, അപ്പൊ ഒന്ന് പറയണോട്ടോ നിങ്ങള്. ഓക്കെ, 3 കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Then നമുക്ക് അടുത്തതിലോട്ട് പോകാം. The healthcare infrastructure in rural areas been developed as a 3-tier system. നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ 3-tier സിസ്റ്റത്തിലാണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. 3-tier സിസ്റ്റം കേട്ടോ. ആ 3-tier സിസ്റ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 സബ് സെന്റർ ആണ്, 2 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, 3 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഓക്കെ, ഇപ്പൊ സബ് സെന്റർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സബ് സെന്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, എന്താണ് സബ് സെന്റർ എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇൻ റൂറൽ ഏരിയാസ് health sub-centers make up the institutional basis of primary care. It typically performs basic medical services, immunization, and referral sub-centers are usually temporary structure employing 1-2 care workers in most locations. Each sub-center is supposed to provide indispensable for up to 5,000 individuals. The sub-centers are complemented by community health workers under supervision of the sub-center. Okay. സബ്-സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ റൂറൽ ഏരിയാസിലൊക്കെ കാണപ്പെടുന്ന ഹെൽത്ത് സെന്ററിനെയാണ് സബ് സെന്റർ എന്ന് പറയുന്നത്. ഹെൽത്ത് സെന്ററുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹെൽത്ത് സെന്ററുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ട് ഹെൽത്ത് സെന്റർ. അപ്പൊ അവിടുത്തെ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, 3-tier സിസ്റ്റത്തില് ആദ്യം വരുന്നത് സബ് സെന്റർ അഥവാ ഹെൽത്ത് സെന്റർ ആണ്. അപ്പൊ അവിടുത്തെ സ്ട്രക്ചർ എന്താണ്? അതായത് ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഓഫ് പ്രൈമറി കെയർ ആണ്. അതായത് പ്രൈമറി കെയർ മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുക. ഓക്കെ, എന്താണത്? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ സർവീസസുകൾ. എന്തൊക്കെയാണ് ആ മെഡിക്കൽ സർവീസസുകള്? അതായത് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ പോലെയുള്ള, നമുക്കറിയാം നമ്മൾക്കിപ്പോ കുട്ടികൾക്കൊക്കെ വാക്സിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള സബ് സെന്ററിലാണ് കൊണ്ടുപോവുക അല്ലെ. ഓക്കെ, ദൂരെയിട്ടൊന്നും നമ്മൾ കൊണ്ടുപോവില്ല. അടുത്ത സബ് സെന്ററിൽ അവര് ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ദിവസത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് കുട്ടികൾക്ക് വാക്സിനും മറ്റുമൊക്കെ എടുത്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഇതിനൊരു എന്താ പറയാ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ മാത്രമാണുള്ളത്. വളരെയധികം എന്താ പറയാ ഹെൽത്ത് കെയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മറിച്ച് അംഗൻവാടിയൊക്കെ പോലെ ബേസിക് ആയിട്ട് പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്തു തരിക. ഓക്കെ, അതുപോലെ തന്നെ ഇതിനൊരു ടെമ്പററി സ്ട്രക്ചർ ആണുള്ളത്. എന്നും പ്രവർത്തിക്കില്ല. നമുക്കറിയാനായിട്ട് സാധിക്കും ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് ഒരു സബ് സെന്റർ പ്രവർത്തിക്കുക അല്ലെ. അപ്പൊ ഇതിനൊരു ടെമ്പററി സ്ട്രക്ചർ ആണുള്ളത്. പിന്നെ അവിടെയുള്ള ജോലിക്കാരെന്ന് പറയുന്നത് 1-2 ആളുകൾ മാത്രമായിരിക്കും. ഒരു നഴ്സ് ഉണ്ടാകും, പിന്നെ ഒരു ഡോക്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടാവില്ല, 2 നഴ്സുമാരായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ഉള്ള ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ സബ് സെന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സബ് സെന്ററിൽ ഒരു ഗ്രാമപ്രദേശത്തെ മൊത്തം ആളുകളും ചിലപ്പോ ചെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ 5000 ആളുകളെയോളം അവിടെ എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. 5000 ആളുകൾ വന്നു കഴിഞ്ഞാല് അവർക്കുള്ള സൗകര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. 5000 ആളുകളെ അവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന കണക്ക് മാത്രമാണ് പറയുന്നത്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് സബ് സെന്ററിൽ പോകുന്നത് കേട്ടോ. അത് ആദ്യം ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സബ് സെന്ററിൽ കോംപ്ലിമെന്റ് ചെയ്യുന്നത്, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ടാകും അല്ലെ. നമ്മൾ ആശാ വർക്കർ പോലെയുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ വരുന്നവരാണ് എല്ലാവരും. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് പോലുള്ള സെന്ററിൽ കാണപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ പോയിന്റുകൾ ഞാൻ പറയാം. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഓഫ് പ്രൈമറി കെയർ ആണ് നൽകുന്നത്. ബേസിക് മെഡിക്കൽ സർവീസുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. ഇമ്മ്യൂണൈസേഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടെമ്പററി സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. 1-2 വർക്കേഴ്സ് മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. 5000 ഇൻഡിവിജ്വൽസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഗ്രാമപ്രദേശത്ത് സബ് സെന്റർ ഉണ്ടാകും. അവിടെയുള്ള ആളുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ്, ആ റേഷ്യോയ്ക്ക് ആനുപാതികമായിട്ടാണ് ഇവരിത് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ?
then അടുത്തത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. പ്രൈമറി ഹെൽത്ത് സെന്റർ അഥവാ PHC എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. PHCs are usually small, about 5 beds, 1-2 qualified doctors. ഇല്ല നോട്ട്സ് ഒന്നുമില്ല, നമ്മൾ PDF മാത്രം പഠിച്ചാൽ മതി കേട്ടോ. PDF മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആയുർവേദ, യോഗ, യുനാനി ഒക്കെ പറഞ്ഞു തന്നത് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. നോട്ട് ഒന്നും വേണ്ട, അതൊന്നും ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നോട്ട് ഒന്നും ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല, അതിനൊന്നും ക്വസ്റ്റ്യൻ ഇടില്ല ഞാൻ കേട്ടോ. നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാൻ ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. ക്ലിയർ ആയോ? ആദ്യമേ പറഞ്ഞതല്ലേ? ഓക്കെ, PDF-ലുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്ന് പുറത്തുനിന്നൊന്നും ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല. ഓക്കെ, ഇതിനകത്തുള്ള കാര്യം തന്നെ ഞാൻ ചിലത് പോയിന്റ് ചെയ്യാനായിട്ട് പറയും, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് പോവാട്ടോ. അപ്പോ നോട്ട്സ് ടെസ്റ്റ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു, കിട്ടാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിലൊന്ന് കുറിച്ച് വെക്കുക എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്റർ PHCs are usually small, about 5 beds, 1-2 qualified doctors and 14 paramedics and support staff. PHC is typically a referral unit for a sub-center cluster of about 6. The primary health center PHC are in charge of 6 sub-centers each. In addition to outpatient treatment, most PHCs facilitate inpatient treatment with 4 to 6 beds. As per the plan, PHCs serve 13,000 people. Okay. അപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒന്ന് ചെല്ലുക, ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ അടുത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടോ? നിങ്ങളുടെ നാട്ടില് ഉണ്ടാവുമല്ലോ. PHCs ഉണ്ടാവാറില്ലേ? കണ്ടിട്ടില്ലേ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അവിടുത്തെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അതായത് PHCs എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്, ചെറുതായിരിക്കും. അതുപോലെ തന്നെ 5 ബെഡ് ഉണ്ടാവും അവിടെ, അതായത് 5 കിടക്കകൾ ഉണ്ടാവും. 5 പേർക്ക് കിടക്കാനുള്ള കിടക്കകൾ അവിടെ ഉണ്ടായിരിക്കും. 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2, അത്രയും ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ 14 പാരാമെഡിക് സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫുകളുടെ എണ്ണം എന്ന് പറയുന്നത് 14 പേരായിരിക്കും. സപ്പോർട്ട് സ്റ്റാഫുകൾ, എല്ലാ സ്റ്റാഫുകളുടെ എണ്ണം നോക്കുമ്പോൾ 14 പേര് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ PHC എന്ന് പറയുന്നത് 6 സബ് സെന്ററുകളുടെ ഒരു ക്ലസ്റ്റർ ആണ്. നമ്മള് സബ് സെന്റർ പറഞ്ഞല്ലോ ആദ്യം തന്നെ. അപ്പൊ PHCയുടെ അണ്ടറിലാണ് സബ് സെന്റർ വരിക. അപ്പൊ 6 സബ് സെന്ററിന് ഒരു PHC എന്ന കണക്കാണ് കേട്ടോ ഉള്ളത്. 6 സബ് സെന്ററിനായിട്ട് ഒരു PHC ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഉണ്ടാവും. പുറത്തു നിന്ന് രോഗികൾ വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു പനി പിടിച്ചു, അല്ലെങ്കിൽ ഒരു ജലദോഷം, ചുമ, എന്ത് രോഗം ആവട്ടെ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും. അതിനെയാണ് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പുറത്തു നിന്ന് ആളുകൾ വന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് തിരികെ വീട്ടിലോട്ട് പോകുന്നതിനെയാണ് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റും ചില PHCകൾ കൊടുക്കാറുണ്ട്. അതായത് 6 പേരെ കിടത്തി ചികിത്സിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടി ആര് കൊടുക്കാറുണ്ട്? PHC കൊടുക്കാറുണ്ട്. ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ആളുകൾ രോഗവുമായിട്ട് വരുന്നു, രോഗം മൂർച്ഛിക്കുന്നു, ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്നു, അവിടെ കിടത്തി ചികിത്സിക്കുന്നതിനെയാണ് ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. 2 വാക്കുകളും നമുക്ക് പല ചാപ്റ്ററിലായിട്ട് പഠിച്ചു പോകാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഊന്നി പറയുന്നത് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കിപ്പോ ഒരു പനി വന്നു, ഞാൻ PHCയിൽ പോയി ഡോക്ടറെ കണ്ടു, മരുന്ന് മേടിച്ചു, തിരിച്ചെന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിനെയാണ് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ രോഗമായിട്ട് ചെന്നു, എന്റെ രോഗം മാറുന്നില്ല, എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു, അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്നെ തിരിച്ചു വരുന്നു. ഇതിനെയാണ് ഇൻ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം? PHCക്ക് 6 പേരെ ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി വരെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ. 6 കിടക്കുകളില് രോഗികളെ ചികിത്സിച്ച്
ഭേദമാക്കാനുള്ള കപ്പാസിറ്റി PHS ഒക്കെ ഉണ്ട്. പിന്നെ ഒരു PHSC 13,000 പീപ്പിൾ, അതായത് 30,000 ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ചികിത്സിക്കുന്നുണ്ട് എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, 30,000 ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഒന്നും ചോദിക്കാനില്ല. ആദ്യത്തെ 2 പേജ് ഒന്ന് ഓപ്പൺ ആക്കി തരാം, സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നോക്കാൻ. ഓപ്പൺ ആക്കി തന്നോ? ആദ്യത്തെ 2 പേജ്. ഇതാണോ മോനെ? ഇതാണോ? അത് തന്നെ. നെക്സ്റ്റ് താഴെ കൂടെ ഒന്ന്. ഓക്കെ, മതിയോ? താഴേക്ക് പോണോ? അല്ല, മതി. മാം, യുനാനി സിസ്റ്റത്തെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു തരണേ. ഏതാണ്? യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ. യുനാനി സിസ്റ്റം പറഞ്ഞുതരാം. യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫാദർ ഓഫ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു ചികിത്സാ രീതി കണ്ടുപിടിച്ചത്. ഈ ചികിത്സാ രീതി അനുസരിച്ച് 2 തിയറീസ് ഉണ്ട്. ഒന്ന് ചതുർഭൂത തിയറി, മറ്റൊന്ന് ചതുർദോഷ തിയറി. ഈ തിയറി അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ 4 കമ്പോണൻസ് ഉണ്ട്. അത് ബ്ലഡ് ഉണ്ട്, ഫ്ലം ഉണ്ട്, ബൈൽ ഉണ്ട്, ബ്ലാഡ് ഉണ്ട്. ഈ 4 ഉണ്ടാവുകയാണെങ്കിലാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. ഇപ്പൊ യുനാനി ചികിത്സ അനുസരിച്ച് ധാരാളം മരുന്നുകൾ, അതായത് പച്ചമരുന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആളുകളെ ചികിത്സിക്കുക. അതാണ് യുനാനി സിസ്റ്റം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഞാൻ എന്റെ പേര് പറഞ്ഞില്ല കേട്ടോ. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. അന്ന് പാടെ തന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി, പേരൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, സോറി കേട്ടോ. മാഡം ടെസ്റ്റ് വന്നിട്ടില്ല അല്ലേ? നിങ്ങൾ കൊടുത്തിട്ടുള്ളതല്ലേ, ഓർഡർ ചെയ്തിട്ടുള്ളതല്ലേ? അതെ. അപ്പൊ ഉടനെ തന്നെ വരും കേട്ടോ. തൽക്കാലം എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട് ഞാൻ പറയുമ്പോഴൊന്ന് കുറിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ടെക്സ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. ഹലോ മാഡം, ആയുഷ് അബ്രിവിയേഷൻ അല്ലേ? അപ്പൊ അതില് നാച്ചുറോപ്പതിയുടേത് വന്നിട്ടില്ലയോ? എന്താണ് ആയുഷ് എന്നുള്ളത് അബ്രിവിയേഷൻ അല്ലേ? ആയുർവേദ, യോഗ, യുനാനി അങ്ങനെ. അപ്പൊ അതില് നാച്ചുറോപ്പതിയുടെ ഇത് വന്നിട്ടില്ലയോ? അത് വന്നിട്ടില്ല. അത് ഹോമിയോപ്പതി ആയിട്ട് തന്നെ പറയാം. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്നാ പറയുന്നത്. അങ്ങനെയാ പറയാ കേട്ടോ. ഓക്കെ. ഇപ്പൊ ഡൗട്ട് ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആയി? ഓക്കെ. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഡൗട്ട് വെച്ചിട്ട് പോവരുതാരും, അതുകൊണ്ടാണ്. ടീച്ചർ ടെക്സ്റ്റ് എങ്ങനെയാ കിട്ടുന്നത്? ടെക്സ്റ്റ് നിങ്ങൾക്ക് തരൂ കേട്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അവിടെ എത്തിക്കും. ഓക്കെ, നിങ്ങൾക്ക് അയച്ചു തരികയാണ് ഉണ്ടാവുക. ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ആ പേജ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറോ? ഇതല്ലേ, ഇത് എടുക്കണം അല്ലേ? ഓക്കെ, മതിയോ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒന്നും കൂടെ പറഞ്ഞുതരോ? അത് എടുത്തിട്ടില്ല മോളെ. പ്രൈമറി ഹെൽത്ത് സെന്റർ വരെയാണ്. മിസ്സായി, അതുകൊണ്ടാണ്. ഇല്ല, പ്രൈമറി ഹെൽത്ത് സെന്റർ വരെ എടുത്തിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. മനസ്സിലായെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നേ. ഓക്കെ.
പറഞ്ഞോളൂ. ഞാൻ ക്ലാസ്സിൽ കയറാൻ കുറച്ച് ലേറ്റ് ആയി. ചാപ്റ്റർ 3 ആണോ സ്റ്റാർട്ട് ചെയ്തത്? ചാപ്റ്റർ 3 ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ കേട്ടോ. ഓക്കെ ഓക്കെ. റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടാൽ മതി നിങ്ങൾ കേട്ടോ. റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ താങ്ക് യു എല്ലാവർക്കും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം.